IPLന്റെ 17ാം സീസണിന്റെ മിനി ലേലത്തിന് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ച കൂടുമാറ്റമാണ് ഹർദിക് പാണ്ഡ്യ നടത്തിയത്. 17ാം സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി 15 കോടി രൂപയ്ക്കാണ് ഹർദിക് പാണ്ഡ്യയെ തിരികെ മുംബൈയിലേക്ക് എത്തിച്ചത് എന്നായിരുന്നു പുറത്തുവന്ന വിവരം. ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ ഫൈനൽ കളിപ്പിക്കുകയും ചെയ്ത നായകനാണ് ഹർദിക്. എന്നാൽ ഹർദിക്കിന്റെ വരവിന് മുംബൈക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പ്രതിഫലമായി 15 കോടി രൂപയാണ് നൽകിയതെങ്കിലും ട്രാൻസ്ഫർ തുകയായി 100 കോടിക്ക് മുകളിൽ മുംബൈക്ക് ചെലവായി എന്നാണ് റിപ്പോർട്ട്. ഗുജറാത്ത് നൽകുന്ന അതേ തുകയാണ് മുംബൈ ഹർദിക്കിന് നൽകുന്നതെങ്കിലും ഈ കൈമാറ്റത്തിനായി മുംബൈക്ക് വലിയൊരു സംഖ്യ തന്നെ മുടക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഗുജറാത്തിന്റെ നായകൻ എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തവെയാണ് ഹർദിക്കിനെ മുംബൈ തിരികെ എത്തിച്ചത്. ഇപ്പോൾ തിരികെ എത്തുമ്പോൾ നായകസ്ഥാനം കൂടി മുംബൈക്ക് ഹർദിക്കിന് നൽകേണ്ടതായി വന്നു. രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഹർദിക്കിനെ മുംബൈ ക്യാപ്റ്റനാക്കിയത്. സൂര്യകുമാർ യാദവിനെയും ജസ്പ്രീത് ബുംറയെയും മറികടന്നാണ് ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകസ്ഥാനത്തേക്ക് എത്തിച്ചത്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്യാപ്റ്റനെ മാറ്റുന്നതെന്നായിരുന്നു മുംബൈ ടീമിന്റെ പെർഫോമൻസ് മാനേജർ മഹേള ജയവർദ്ധനെ അറിയിച്ചത്. IPLൽ 10 വർഷക്കാലം ടീമിനെ നയിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരം ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ എത്തുന്നതോടെ ടീമിന് ഗുണകരമാവുമോ എന്ന സംശയവും ആരാധകർ ഉയർത്തുന്നുണ്ട്. ഹർദിക്കിനെ കൈവിട്ടതോടെ മികച്ച ഓൾറൗണ്ടറുടെ അഭാവം മുംബൈയെ വേട്ടയാടിയിരുന്നു. ഇതോടെയാണ് കോടികൾ മുടക്കി ഹർദിക്കിനെ തിരികെ എത്തിക്കാൻ മുംബൈ തീരുമാനിച്ചത്. 2013 റിക്കി പോണ്ടിങ്ങിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത രോഹിത് ടീമിനെ 5 സീസണിൽ കിരീട നേട്ടത്തിലെത്തിച്ചിരുന്നു. 2013, 2015, 2017, 2019, 2020 വർഷങ്ങളിലാണ് രോഹിത്തിന് കീഴിൽ ടീം IPL ചാമ്പ്യന്മാരായത്. IPLൽ 5 കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് രോഹിത്തിന്റെ പേരിലാണ്. ഹർദിക്ക് 2022ലാണ് പുതിയ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിന് നായകനായി ചേർന്നത്. ആദ്യ സീസണിൽ കിരീടവും 2ാം സീസണിൽ റണ്ണറപ്പ് സ്ഥാനവും ടൈറ്റൻസിന് ഹർദിക്ക് നേടിക്കൊടുത്തു. 2022-2023 സീസണുകളിൽ ഗുജറാത്തിനായി 31 മത്സരങ്ങൾ കളിച്ച ഹർദിക്ക് 833 റൺസും 11 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യ നായകസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അധിക പേസ് റെക്കോർഡ് മുംബൈക്ക് ലഭിച്ചു. ഹർദിക് പാണ്ഡ്യ കാൽക്കുഴക്കേറ്റ പരിക്കിൽ നിന്നും മോചിതനായി എന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി 11 ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരായ 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയിലും അടുത്ത IPL സീസണിലും കളിക്കുമെന്ന് താരവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.